ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കുന്ന ഒരു കുക്കീസാണ്. വളരെ കുറച്ച് ഐറ്റംസ് വെച്ച് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഓവനൊന്നും വേണ്ട അതിന്. നമ്മുടെ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണത്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: ബട്ടർ 100 ഗ്രാം. തണുത്ത ബട്ടറാണെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആക്കി എടുക്കണം. 1 കപ്പ് മൈദ, അത് ഏകദേശം 250 ഗ്രാം വരും. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്. ചോക്കോ ചിപ്സ് ഒരു 3 ടീസ്പൂൺ. ഇതില്ലെങ്കിൽ ഇടണ്ട. ഇവിടെ ഇപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടുമല്ലോ ചോക്കോ ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് കാരണം ഞാൻ ഇട്ടുന്നുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. ഇനി ഇതെങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം. നമുക്ക് ഈ ബട്ടർ ഒരു വിസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരപ്പൊടി ബട്ടറും കൂടി നന്നായിട്ട് മിക്സായി ആവണം. അതിന് ശേഷം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദ ഒരു അരിപ്പയിൽ വെച്ച് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് മൈദ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം മിക്സായി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്കോ ചിപ്സും കൂടെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ബോളുകളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ എടുത്തിട്ട് നമുക്കിത് ഓരോ ഉരുളകളാക്കി ഉരുട്ടി എടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ചെറിയ ബോൾസ് മതി. ഒന്ന് ബേക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടി ഒന്ന് വലുതായിട്ട് വരും. ഒരു പാൻ എടുത്തിട്ട് ആ പാനിൽ ഞാൻ ബട്ടർ തൂത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉരുട്ടി വെച്ചിരിക്കുന്ന ബോളുകൾ എടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഉരുളയാക്കിയിട്ട് പയ്യെ നമുക്കിത് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് ഇതുപോലെ പയ്യെ ഒന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് ഈ പാനിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിൽ 2-3 ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം നമുക്ക് വെച്ച് എടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇച്ചിരി അകലത്തിൽ ഗ്യാപ്പിട്ട് പരത്തി ഇത് വെക്കണം. അത് ഇത് ചൂടാകുമ്പോൾ ഒന്നോടെ അത് വീർത്ത് വരും. ഈ ഒരു അകലത്തിൽ ഇത് പരത്തിയെടുക്കണം. ഞാനിവിടെ ഒരു തവ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ചൂടായി കഴിയുമ്പോൾ വേണം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ പാൻ വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് മൂടി വെക്കണത്. ഈ പാനിൻ്റെ മൂടിയാണിത്. അപ്പോൾ ഇത് വെച്ച് മൂടുമ്പോൾ ആവി വന്നിട്ട് വെള്ളം ഇതിനകത്തോട്ട് ചാടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുക്കീസ് നന്നായിട്ട് വരില്ല. അപ്പോൾ അതിന് പകരം ഞാൻ ഈ ഒരു മൂടി വെച്ച് മൂടി കൊടുക്കാം. ഒരു 15 മിനിറ്റ് സിമ്മിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ബേക്കായി കാണും. അപ്പോൾ നമ്മുടെ കുക്കീസ് റെഡിയായി നോക്കാം. ഞാനൊരു 15 മിനിറ്റായി പൊക്കി നോക്കിയായിരുന്നു. അപ്പോൾ വെന്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് തുറന്നപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു ട്രിപ്പിൽ ഞാനൊരു 7 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ഉള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കീസ് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നെടുത്ത് ഇതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് അതെല്ലാം നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.